വൺസ് അഗൈൻ മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് എസ് ബി ഐയുടെ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എസ് ബി ഐയുടെ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതപ്പോൾ എങ്ങനെ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എസ് ബി ഐ യോനോയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഹോം പേജാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ വരും. ഇതിൻ്റെ അകത്ത് വിത്തൗട്ട് ബ്രാഞ്ച് വിസിറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അതല്ല, ഇത് ഒരു സാലറി അക്കൗണ്ട് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി ഇവിടെ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് കൊണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് ടിക്ക് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്തൊരു ഒരു OTP വരുന്നതായിരിക്കും, അതൊന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാസ്വേഡ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു നല്ല പാസ്വേഡ് തന്നെ, ഒരു ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഡിജിറ്റ്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഓർത്തിരിക്കുക. അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ടാക്സ് ഇന്ത്യ ഉള്ളി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം നമുക്കിനി 6 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ ആധാർ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ഓപ്പൺ ആയി വരും, പേരും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ സാധിക്കും. ഇതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. വീണ്ടും പാൻ നമ്പർ അടിച്ചു കൊടുക്കുക, പാൻ കാർഡിലെ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ആധാർ കാർഡിലെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒക്കുപേഷൻ ചോദിക്കുന്നുണ്ട്, ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിലീജിയൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ അഡീഷണൽ കാറ്റഗറി ജനറൽ ആണോ OBC ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നോമിനിയുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോമിനി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോമിനിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെലക്ട് യുവർ ഹോം ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഹോം ബ്രാഞ്ച് ഇവിടെ ഒന്നുകിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ആ ഒരു ബ്രാഞ്ചിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ഇവിടെ നൺ ഓഫ് ദ എബോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബ്രാഞ്ച് നെയിം അല്ലെങ്കിൽ ബ്രാഞ്ച് കോഡ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്ത് എവിടെയാണോ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് ബ്രാഞ്ചിലാണോ ആ ഒരു ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് കോഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ആ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരുന്നതായിരിക്കും, അത് ഒന്നും കൂടെ അത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഡെബിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിനെ കുറിച്ച് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് കാർഡാണോ വേണ്ടത്, റുപ്പേ ഗ്ലോബൽ എന്ന് പറഞ്ഞ കാർഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഗ്ലോബൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏത് പേരാണോ കാർഡിൽ വരേണ്ടത് അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടോക്കൺ കിട്ടുന്നുണ്ട്, ഒരു ടോക്കൺ നമ്പർ. ഒരു വീഡിയോ കോളിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു KYC കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവർ അപ്പോൾ തന്നെ ചോദിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകും. അപ്പോൾ അത് 2-3 ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി. ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ വീഡിയോ കോളിംഗ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ KYC വീണ്ടും അപ്ഡേറ്റ് ആകാത്തതും വീണ്ടും ഈ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുന്നത് നമ്മൾ ഒരു നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ കോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ജേണി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വേണ്ടത് പാൻ കാർഡ് വേണം, അത് പാൻ കാർഡിൻ്റെ ഒറിജിനൽ വേണം, ആധാർ കാർഡിൻ്റെ ഒറിജിനൽ വേണം. അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റ്, അതുപോലെ തന്നെ ഒരു ബ്ലൂ ഇങ്ക് പെൻ ഉണ്ടായിരിക്കണം. അതായത് വൈറ്റ് ഷീറ്റിലൊരു സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇവിടെ ക്യാമറയുടെ പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറങ്ങി ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ SBIയുടെ കസ്റ്റമർ കെയറിലെ ആൾക്കാർ ഈ ഒരു ഫോൺ വീഡിയോ കോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ നമ്മുടെ പാൻ കാർഡ് കാണിക്കാൻ പറയും. അപ്പോൾ പാൻ കാർഡ് ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മളൊന്ന് സിഗ്നേച്ചർ ഇട്ട് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓൺലൈനായിട്ടുള്ള KYC കംപ്ലീറ്റ് ആവും. വീഡിയോ കോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് KYC അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒരു അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ CAF നമ്പർ, ബ്രാഞ്ച് കോഡ്, ഇത്രയും കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർ പറയുന്നത് ഒരു ഷോർട്ട്ലി SMS ആയിട്ട് നമ്മുടെ ടെമ്പററി യൂസർ ID നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പാസ്വേഡ് ഈസ് കംപ്ലീറ്റ്, നമ്മൾ ആദ്യമേ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ പാസ്വേഡ് വെച്ച് തന്നെ നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ,
SBI യോനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ലോഗിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ പാസ്വേഡ് കിട്ടുന്നില്ല, യൂസർ ഐ ഡി നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ബാങ്ക് വരെ ഒന്ന് പോവുക, ഹോം ബ്രാഞ്ച് വരെ പോവുക. വളരെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു KYC ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് അപ്ഡേഷന് വേണ്ടി. അതുപോലെ തന്നെ ഒരു ഫോം തരും, ആ ഒരു ഫോമും കൂടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഒരു ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അക്കൗണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനും സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്തു തരും. അതുപോലെ തന്നെ യോനോ ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയിട്ട് അവർ ഓപ്പൺ ആക്കി പാസ്വേഡും യൂസർ ID ഇട്ട് നമുക്ക് തരുന്നതായിരിക്കും ഹോം ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും കൂടെ കൊണ്ടുപോവുക, എങ്കിൽ അവർ യോനോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.